ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 99, ലുത്തിനിയായുടെ ധ്യാനത്തിൽ 12-ാമത്തെ എപ്പിസോഡ്. അതിൽ ലുത്തിനിയയിലെ വാഴ്ത്തുമൊഴികളിൽ 9-ാമത്തെ ഏറ്റവും നിർമ്മലയായ മാതാവ്, മദർ മോസ്റ്റ് പ്യുവർ, മാത്തർ പുരിസീമ എന്ന് ലത്തീനിൽ, മാത്തർ പുരിസീമ. മറിയത്തിൻ്റെ ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിശുദ്ധിയിലേക്കാണ് ഈ തിരുമൊഴികൾ, ഈ വാഴ്ത്തുമൊഴികൾ, ഈ ലുത്തിനിയയിലെ വാഴ്ത്തുമൊഴികൾ വിരൽ ചൂണ്ടുന്നത്. വാസ്തവത്തിൽ ഗബ്രിയേൽ മാലാഖ പറഞ്ഞ അതേ തിരുവചനമാണ് ഇതിൻ്റെയും പശ്ചാത്തലം. ഹൈറെ കെഹരി തോമനെ, ഇല്ലേ, സന്തോഷിച്ചാലും ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ എന്നാണ് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത്. അപ്പോൾ ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ്. നൈർമല്യത്തിൽ അതിനാണ് അമലോത്ഭവം എന്ന് പറയണേ. മലമൊന്നുമില്ലാത്തത് അമലോത്ഭവം. അതായത് ഈ ഉത്ഭവപാപത്തിൻ്റെ കറയൊന്നുമില്ലാതെ ജനിച്ചവൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാം, ദൈവമാണ് തൻ്റെ രക്ഷകൻ എന്ന് മറിയം ഈ മഗ്നിഫിക്കാത്ത് എന്ന് പറഞ്ഞ സ്തോത്രഗീതത്തിൽ പാടുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ദൈവമാണ് രക്ഷകൻ. മറിയത്തിൻ്റെ രക്ഷകൻ, അമലോത്ഭവം എന്നതിന് മറിയത്തിൻ്റെ രക്ഷകൻ ആവശ്യമില്ലെന്ന് ഒരിക്കലും അർത്ഥമില്ല. ദൈവമാണ് രക്ഷകൻ. മറിയത്തിൻ്റെ രക്ഷകൻ ദൈവമാണ്. മറിയം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ലൂക്കാസിനെ സൂചിച്ചിട്ട് 1:47 സ്തോത്രഗീതത്തിൽ മറിയം തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ രക്ഷകൻ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. അപ്പോൾ ദൈവമാണ് മറിയത്തിൻ്റെ രക്ഷകൻ. ഒരു സംശയ കാര്യത്തിലില്ല. അത് നിഷേധിക്കാനും പാടില്ല, നിഷേധിച്ചിട്ടുമില്ല. എന്നാൽ ദൈവമാണ് അവളുടെ രക്ഷകൻ എന്ന സത്യം അതിൻ്റെ ഏറ്റവും പരിപൂർണമായ അർത്ഥത്തിൽ നിവൃത്തിയാകുന്നത് അവളിൽ തന്നെയാണ്. അവളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷത്തിൽ തന്നെ ദൈവം അവളെ വിശുദ്ധീകരിച്ച് മാറ്റി നിർത്തി രക്ഷിച്ചു. വിശുദ്ധീകരിച്ച്, ഇല്ലേ, പാപത്തിൽ മാറ്റി നിർത്തി അവളെ രക്ഷിച്ചു. രക്ഷ എന്നതിന് 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് പാപമോചനം, മറ്റൊന്ന് നിത്യജീവൻ. പാപമോചനവും നിത്യജീവനും, ഇതാണ് രക്ഷയുടെ 2 ഘട്ടങ്ങൾ. ഈ പാപമോചനത്തിൽ എന്ന് പറയുന്നത് പാപം മോചിക്കാതെ തന്നെ പാപത്തിൽ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. മറിയത്തെ പാപത്തിൽ മാറ്റി നിർത്തി. അപ്പോൾ ദൈവം ആണ് അവളുടെ രക്ഷകൻ എന്ന സത്യം അവളുടെ ജീവിതത്തിലാണ് ഏറ്റവും നല്ല രീതിയിൽ നിവൃത്തിയായത്. അവളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷത്തിൽ തന്നെ ദൈവം അവളെ ഉത്ഭവപാപത്തിൽ നിന്ന് മാറ്റി നിർത്തി വിശുദ്ധീകരിച്ച് രക്ഷിച്ചു. അപ്പം ശരിക്കും രക്ഷകൻ അവളുടെ കാര്യത്തിലാണ് ഏറ്റവും നല്ല രീതിയിൽ പ്രയോഗത്തിലായത്, ആ രക്ഷ എന്നുള്ള സംഗതി. അതെ, ദൈവമാണ് മറിയത്തിൻ്റെ രക്ഷകൻ. പാപത്തിൽ നിന്നും പാപചായ്ച്ചലകളിൽ നിന്നും ദൈവം അവളുടെ ഉത്ഭവത്തിന് ആദ്യ നിമിഷം മുതൽ കാത്തു സൂക്ഷിച്ചു, രക്ഷിച്ചു. തൻ്റെ പുത്രൻ്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ട മറിയത്തിന് മാത്രം നൽകപ്പെട്ട വരമാണിത്. അതുകൊണ്ട് സഭ സിംഗുലർ ഗ്രേസ് എന്ന് പറയണേ, സിംഗുലർ. മറിയം അമലോത്ഭി ആയിരിക്കണമെങ്കിൽ അവളുടെ അമ്മയും അമലോത്ഭി ആയിരിക്കണം എന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആൾക്കാർ പറയും. അങ്ങനെയല്ല, അത് ശരിയല്ല. ഒരു സിംഗുലർ ഗ്രേസ്, അത് തൻ്റെ ദൈവപുത്രൻ്റെ അമ്മയാകാൻ ദൈവപിതാവ് തെരഞ്ഞെടുത്ത മറിയത്തിന് നൽകപ്പെട്ട ഒരു സിംഗുലർ ഗ്രേസ്. മറ്റാർക്കും നൽകാത്ത ഒരു കൃപയാണ് ഈ അമലോത്ഭവം എന്ന് പറയുന്നത്. ആ അമലോത്ഭവത്തിലേക്കാണ് ഒന്നാമത്തെ സൂചന. ഏറ്റവും നിർമ്മലയായ മാതാവ് എന്ന് പറയുമ്പോൾ അമലോത്ഭവ, അതായത് ഒരു പാപക്കറയൊന്നും ഇല്ലാതെ ഉത്ഭവിക്കുക മാത്രമല്ല ജീവിതവും അങ്ങനെയായിരുന്നു. ഈ കത്തോലിക്ക സഭയിലും ഓർത്തഡോക്സ് സഭയിലും അമലോത്ഭവത്തെക്കുറിച്ച് രണ്ട് കാഴ്ചപ്പാടുകളുണ്ട്. ഓർത്തഡോക്സ് സഭകളിൽ അവരുടെ അമലോത്ഭവത്തെക്കുറിച്ചുള്ള അവരുടെ വ്യാഖ്യാനം കത്തോലിക്ക സഭയിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ്. പക്ഷേ വൈരുദ്ധ്യമുണ്ടെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. രണ്ടും പൂരകമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കത്തോലിക്ക സഭ എന്താണ് കണക്കാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓർത്തഡോക്സ് സഭകൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഈ 7 വയസ്സ് വരെ, ജനിച്ചിട്ട് 7 വയസ്സ് വരെ നമുക്ക് പാപം ചെയ്യാൻ പറ്റില്ല. കാരണം പാപം ചെയ്യണമെങ്കിൽ പൂർണ്ണമായ അറിവും പൂർണ്ണമായ സമ്മതവും വേണം. അപ്പോൾ 7 വയസ്സ് വരെ നമുക്ക് പാപം ചെയ്യാൻ കഴിയില്ല. തിരിച്ചറിവ് വരുന്ന പ്രായം എന്ന് പറഞ്ഞാൽ ഏകദേശം 7 വയസ്സാണ്. 7 വയസ്സ് മുതൽ നമുക്ക് നന്മയും തിന്മയും തിരിച്ചറിയാം, പാപം ചെയ്യാം, ചെയ്യാതിരിക്കാം. അതായത് ജനിച്ചിട്ട് 7 വയസ്സ് വരെ നമുക്ക് പാപം ചെയ്യാൻ കഴിയില്ല. 7 വയസ്സ് മുതൽ പാപം ചെയ്യുകയോ ചെയ്യാതെയോ ജീവിക്കാൻ പറ്റും. മറിയം 7 വയസ്സ് മുതൽ പാപമില്ലാതെ ജീവിച്ചു. 7 വയസ്സ് മുതൽ പാപമില്ലാതെ ജീവിച്ചു. ഏറ്റവും നിർമ്മലയായി കന്യകയായി ജീവിച്ചു. 7 വയസ്സിൽ പാപം ചെയ്യാൻ കഴിയില്ല. പാപം ചെയ്യാൻ കഴിയുന്ന കാലത്ത് അവൾ പാപം ചെയ്തുമില്ല. അപ്പോൾ ഉത്ഭവം മുതലേ പാപരഹിത എന്ന് പറഞ്ഞോടെ അല്ലേ? അങ്ങനെയാണ് ഈ ഓർത്തഡോക്സ് സഭ മനസ്സിലാക്കുന്നത്. അതായത് ഓർത്തഡോക്സ് യാക്കോബായ സഭകളൊക്കെ.
ഇതിന് പഴയ നിയമത്തിലൊരു സൂചനയുണ്ട്. 51 സങ്കീർത്തനത്തിൽ ഈ ദാവീദ് ബേത്ശബയുമായി ഒരു വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചറിവ് വരുമ്പോഴാണ് ആ ഒരു കുമ്പസാരം പോലെ എഴുതിയിരിക്കുന്നതാണ് 51 സങ്കീർത്തനം. അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ ഉത്ഭവം മുതലേ പാപിയാണ്. ഉത്ഭവം മുതലേ പാപിയാണെന്ന് ദാവീദ് ഏറ്റു പറയുന്നു. ഉത്ഭവപാപത്തെക്കുറിച്ചല്ല ആ സൂചന. ഒന്നാമതായിട്ട്, പ്രഥമമായിട്ട് ഒരു രണ്ടാമത്തെ അർത്ഥത്തിൽ അങ്ങനെ ഉണ്ടാകാം, പക്ഷെ ഒന്നാമത്തെ അർത്ഥത്തിൽ അതല്ല. ഒന്നാമത്തെ അർത്ഥം എന്താണ്? ഓർമ്മ വെച്ച് നാളെ മുതൽ ഞാൻ പാപം ചെയ്തു. അപ്പോൾ ഉത്ഭവം മുതലേ പാപിയാന്ന് പറയാലോ. ഓർമ്മ വെച്ച നാൾ മുതൽ, തിരിച്ചറിവ് വന്ന നാൾ മുതൽ ഞാൻ പാപം ചെയ്തില്ലെങ്കിൽ അമലോത്ഭവം എന്ന് പറയാം. തിരിച്ചറിവ് വന്ന നാൾ മുതൽ പാപം ചെയ്താൽ ഉത്ഭവം മുതൽ പാപി എന്നും പറയാം. ആ അർത്ഥത്തിലാണ്. അപ്പോൾ മറിയം ഈ കത്തോലിക്ക സഭയുടെ പ്രബോധനവും ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭകളുടെയൊക്കെ പ്രബോധനവും ഒരുമിച്ച് ചേർത്താൽ മറിയത്തിൻ്റെ നരുമേലത്തിന് 2 ചക്രവാളങ്ങൾ കിട്ടും. ഒന്ന്, അവളുടെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ അവളെ പാപത്തിൽ നിന്ന് കാത്തു സൂക്ഷിച്ചു, പാപം ചെയ്യാതെ കാത്തു സൂക്ഷിച്ചു. അതാണ് കത്തോലിക്ക സഭയുടെ അമലോത്ഭവത്തെക്കുറിച്ചുള്ള സങ്കല്പം. പിന്നെ തിരിച്ചറിവ് വന്ന നാൾ മുതൽ അവൾ പാപം ചെയ്യാതെ ജീവിച്ചു, ഓർത്തഡോക്സ് സഭകളുടെ അമലോത്ഭവ സങ്കല്പം. ഇത് രണ്ടും മറിയത്തിൻ്റെ നൈർമല്യത്തിലേക്കല്ലേ കൈ ചൂട്ടുന്നേ? രണ്ടും പരസ്പരം പൂരകമല്ലേ? എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ? ഇപ്പം നടക്കുന്ന പല എക്യുമെനിക്കൽ ചർച്ചകളിലും ഒരാളുടെ വാദഗതി തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ചർച്ചകളാണ്. അത് എക്യുമെനിക്സ് അല്ല. രണ്ടിനും പൊരുത്തപ്പെടുന്ന എന്തെല്ലാം ഗണങ്ങളുണ്ട്, പരസ്പരം പൂരകമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, എവിടെയൊക്കെ യോജിക്കാം എന്ന് ചർച്ച ചെയ്യുന്നതാണ് എക്യുമെനിസം. അല്ലാതെ കത്തോലിക്കർ മുഴുവൻ തെറ്റാണെന്ന് പഠിപ്പിക്കാൻ നടക്കുന്നവരും മറ്റുള്ളവർ മുഴുവൻ തെറ്റാണെന്ന് പഠിപ്പിക്കാൻ നടക്കുന്ന കത്തോലിക്കരും അതൊന്നും യഥാർത്ഥമായിട്ടുള്ള ഒരു സുവിശേഷവൽക്കരണമല്ല. ഞാൻ പിന്നെ എന്തുകൊണ്ടാണ് പെന്തക്കോസ്തക്കാരെ യഹോവ സാക്ഷികൾക്കെതിരെ ഞാൻ സംസാരിക്കുന്നത്? കാരണം അവർ കത്തോലിക്ക സഭ പറയുന്നത് മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അത് ശരിയല്ലല്ലോ. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നതാണ് കറക്റ്റ്. അതേസമയം അതിനോട് പൂരകമായിട്ട് വേണമെങ്കിൽ അവർക്ക് പറയാം. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു വന്നാൽ ശരിയാകില്ലല്ലോ. അതെങ്ങനെ ശരിയാക്കണേ? ഇവർക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് കത്തോലിക്ക സഭയിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ കത്തോലിക്ക സഭയുടെ വ്യാഖ്യാനങ്ങൾ അതിൽ മറ്റുള്ളവരുടെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് പൂരകമാക്കാം. റദ്ദ് ചെയ്യാൻ പാടില്ല, നിരാകരിക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഈ 2 സങ്കല്പങ്ങൾ, അമലോത്ഭവ 2 സങ്കല്പങ്ങൾ മറിയത്തിൻ്റെ നൈർമല്യത്തിൽ ഏറ്റവും നിർമ്മലയായ മാതാവ് എന്നുള്ള ആ സങ്കല്പത്തിലേക്ക് കുറെ കൂടി നമ്മളെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതകാലം മുഴുവൻ നൈർമല്യത്തിൽ മറിയം ജീവിച്ചു. ദൈവത്തിൻ്റെ കൃപ ലഭിച്ച അവള്, ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ട അവള്, കർത്താവ് തന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതിയാണ്. ലൂക്കാസ് 1:45. അതുകൊണ്ട് തന്നെ ജനക്കൂട്ടുന്നൊരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. കർത്താവ് അതിന് പ്രതിവചിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, എങ്കിലും ദൈവത്തിൻ്റെ വചനം കേട്ടത് പാലിക്കുന്നവരത്തെ കൂടുതൽ ഭാഗ്യവാന്മാർ. ഈ 2 ഭാഗ്യവും ഒരുമിച്ച് ചേർന്ന് ഒരൊറ്റ ആളേ ഉള്ളൂ, അത് മറിയാണ്. ഇല്ലേ? ദൈവപുത്രനെ വഹിച്ച ഉദരവും അവനെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ, അത് മറിയത്തിന് മാത്രമല്ലേ ചേരൂ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം കേട്ടത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ, അതിലും മറിയമല്ലേ ഒന്നാമത്തത്. എന്തെന്നാൽ കർത്താവ് തന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതിയാണ് അവളെന്ന് തിരുവചനമാണ് സാക്ഷ്യപ്പെടുത്തണേ. ഇതിനേക്കാൾ കൂടുതൽ എന്ത് വേണം? അതായത് തൻ്റെ വിളിയോടും ദൗത്യത്തോടും പരിശുദ്ധിയും അതിനോടും പരിശുദ്ധി പാലിച്ചുകൊണ്ട് വിശുദ്ധ പുലർത്തിയ മറിയം കുരിശിൻ ചവിട്ടിലെ സന്നിഹിതയാണ്. കുരിശിൻ ചവിട്ടിൽ അവളെയാണ് യേശു സ്നേഹിക്കുന്ന എല്ലാവർക്കും അമ്മയായി നൽകിയത്. മറിയത്തെ അമ്മയായി സ്വീകരിക്കാത്തവർക്ക് യേശു ഇല്ലേ, അവർക്ക് യേശു രക്ഷകനല്ല. കുരിശിൽ കിടക്കുന്ന നേരത്ത് മറിയത്തെ, അവൻ്റെ അമ്മയെ, യേശുവിൻ്റെ അമ്മയെ നമുക്ക് അമ്മയായി നൽകി. യേശു സ്നേഹിച്ച സകല ശിഷ്യന്മാർക്ക് അമ്മയായി നൽകി. ആ തിരുവചനം സ്വീകരിക്കാത്തവർക്ക് എങ്ങനെയാണ് യേശു രക്ഷകനാകുക? കുരിശിൻ ചവിട്ട് സന്നിഹിതയായ മറിയം സഭയുടെ ഉദ്ഘാടന വേളയിലും സന്നിഹിതയാണ്. സ്ലീഹന്മാർ നടപടി പുസ്തകം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ തന്നിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കാൻ അവള് മധ്യസ്ഥത തേടുകയാണ്. മധ്യസ്ഥത വഹിക്കുകയാണ്, തേടുകയല്ല, വഹിക്കുകയാണ്. ഈ തോമാടി സിംഹാസനം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഞാൻ ഈ ഇടയ്ക്ക് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ ഈ ക്രിസ്തുവർഷം 49 നടന്ന ജെറൂസലം സൂനോദോസ് ഇല്ലേ, അത് കഴിഞ്ഞപ്പോഴാണ് മറിയം മരിക്കുന്നത് എന്ന കാര്യമൊക്കെ ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട്. ജെറൂസലമിലാണ് അടക്കിയത്. ആ കബറിടം ഇപ്പോഴവിടെ കാണും. അതിൻ്റെ പടങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അന്ന് ഈ മറിയം മരിക്കുമ്പോൾ മറിയത്തിന് ഏകദേശം 67 വയസ്സ്, 67-70 ഇടയ്ക്ക് പ്രായമാണ്. അപ്പോൾ ഇതൊക്കെ ഈ തോമാടി സിംഹാസനം എന്ന പുസ്തകത്തിനകത്ത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കബറടക്കപ്പെട്ട മറിയം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് തെളിവാണ് വെളിപാട് പുസ്തകം 11-19, 12-1 തിരുവചനങ്ങൾ. സ്വർഗത്തിൽ ദേവാലയം തുറന്നു, അവൻ്റെ ഉടമ്പടിയുടെ പേടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. അപ്പോൾ സ്വർഗത്ത് വലിയൊരു അടയാളം കാണപ്പെട്ടു.
സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴിൽ ചന്ദ്രൻ, അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ട് കിരീടം. സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവൻ്റെ ഉടമ്പടിയുടെ പേടകം അവിടെ ആലയത്തിൽ പ്രത്യക്ഷമായി. യെരൂശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ യെരമ്യ പ്രവാചകൻ എടുത്ത് കുഴിച്ചിട്ട ഉടമ്പടിയുടെ പേടകം അത് പിന്നെ ആരും കണ്ടിട്ടില്ല. ഇപ്പം ഇത് ഉടമ്പടിയുടെ പേടകം സ്വർഗത്തിലെ ദേവാലയത്തിൽ. ആ ഉടമ്പടി പേടകം എന്താണ് നോക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴിൽ ചന്ദ്രൻ, അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം. ഇത് സഭയാണെന്നൊക്കെ പറഞ്ഞത് നല്ല വ്യാഖ്യാനങ്ങൾ പലതും ഉണ്ട്. പക്ഷേ മറിയത്തെ മാറ്റി നിർത്തിയിട്ടൊരു വ്യാഖ്യാനം ശരിയാകുമോ? കാനായിൽ ഈശോ മറിയത്തെ എന്താ വിളിച്ചത്? സ്ത്രീ. കുരിശിൻ ചുവട്ടിൽ വെച്ചിട്ട് മറിയത്തെ എന്താ വിളിച്ചത്? സ്ത്രീ. അങ്ങനെ തന്നെയാണ് വെളിപാടിലും അവതരിപ്പിച്ചിരിക്കുന്നത്, സ്ത്രീ. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളെ കാൽക്കീഴിൽ ചന്ദ്രൻ, ചന്ദ്രൻ്റെ ആളുകളൊക്കെ അവളെ കാൽക്കീഴിൽ വരും. പിന്നെ തലയിൽ 12 നക്ഷത്രങ്ങൾക്കുള്ള കിരീടം. മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ഇതിൽ കൂടുതൽ തെളിവുകൾ എന്താ വേണ്ടത്? അതിനാൽ മറിയത്തിൻ്റെ ജനനത്തിലും ജീവിതത്തിലും മരണം വരെയും മറിയം പാപമില്ലാത്തവളായി നൈർമല്യത്തിൽ ജീവിച്ചു. അത് പാപമില്ലാത്തവൾ ജീവിച്ചു എന്നുള്ള ഒരു വശം. നൈർമല്യത്തിൽ ജീവിച്ചു, വിശുദ്ധിയിൽ പുണ്യത്തിൽ വളർന്നു. ഒരുപാട്, അതായത് നമുക്ക് സങ്കല്പിക്കേണ്ട പുണ്യത്തിലൊക്കെ അവൾ വളർന്നു. ഈ തരത്തിൽ പാപരഹിതയാണെന്നുള്ള ഒരു വശം, മറിച്ച് പുണ്യത്തിൽ വളർന്നു എന്നുള്ള മറുവശം. ഇതാണ് അവളുടെ നൈർമല്യം. ഈശോയുടെ അമ്മയുടെ നൈർമല്യം, ദൈവപുത്രൻ്റെ അമ്മയുടെ നൈർമല്യം, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് വിളിച്ചവളുടെ നൈർമല്യം. ആ അമ്മയാണ്, ഇങ്ങനെ നിർമ്മലയായ അമ്മയാണ്, ഏറ്റവും നിർമ്മലയായ അമ്മയാണ് നമുക്ക് അമ്മയായി ഈശോ മിശിഹ നൽകിയത്. ഈശോ മിശിഹ യോഹന്നാൻ 19, 25, 27 ഈ തിരുവചനം നമ്മുടെ ബൈബിളിലുണ്ട്. അങ്ങനെയുള്ളൊരു അമ്മയെ നമ്മൾ അഭിമാനിക്കണ്ടേ? ആ അമ്മയെ ഇല്ലേ നമുക്ക് ഏറ്റവും നിർമ്മലയായ അമ്മയെ നൽകിയ യേശുവിനെ നമ്മൾ സ്തുതിക്കണ്ടേ? ഇങ്ങനൊരു അമ്മയെ എതിർക്കാൻ വരുന്നവർ, അതും തെറ്റായ ഉദ്ദേശത്തോട് എതിർക്കാൻ വരുന്നവരെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കണ്ടേ? അതല്ല വിശ്വാസത്തിൻ്റെ പോരാട്ടം എന്ന് പറയുന്നത്. ഒരു മത്സരക്കളത്തിൽ ഇല്ലേ പോരാളിയെ പോലെ ആയിരിക്കണം വിശ്വാസം സംരക്ഷിക്കാൻ മെത്രാന്മാർ എന്ന് തിമോഥെയോസ് എന്ന മെത്രാൻ എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിട്ടില്ലേ? വിശ്വാസം ഒരു പോരാട്ടമാണ്, ഒരു മല്ലയുദ്ധമാണ് വിശ്വാസം. കാരണം എന്താണ്? ഇതുപോലെ മറിയത്തെയും ഈശോയും എതിർക്കാൻ വേണ്ടി ഒരുപാട് പേര് വരും. അവരൊക്കെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളതും നമ്മുടെ ചുമതലയാണ്. അത് സുവിശേഷ പ്രഘോഷണം കൊണ്ടാണ് ചെയ്യേണ്ടത്, സുവിശേഷ പ്രഘോഷണം കൊണ്ട്. അങ്ങനെ ഏറ്റവും നിർമ്മലയായ ഒരു അമ്മയെ നമുക്ക് കിട്ടിയതിന് നമുക്ക് അഭിമാനിക്കാം, കർത്താവിനോട് നന്ദി പറയാം. ആ അമ്മയിലെ അല്ലേ, ആ അമ്മയെ നമുക്ക് സമീപിക്കാം. അവളുടെ നൈർമല്യം പോലെ, അവളുടെ നിർമ്മലത പോലെ ജീവിക്കാനുള്ള ഒരു കൃപ നമുക്കും കിട്ടണമേ എന്ന് അവളുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.